ഇതോടൊപ്പം ഞാൻ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളിപ്പോ ഇന്ന് രാവിലെ ടി വി കൂടിയൊക്കെ കേട്ട വളരെ ഞെട്ടലുള്ളൊരു വാർത്ത നമ്മൾ കേട്ടു താമരശ്ശേരിയില്. നമ്മള് ഇപ്പൊ ഇന്ന് രാവിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ മുഴുവൻ ചിന്തയായിരുന്നു നമ്മുടെ കേരളത്തിലെ ഈ മയക്കുമരുന്നിന്റെ ഈ ദുരിതത്തിൽ നിന്ന് ഇങ്ങനെ കഴിച്ചില്ലാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു സത്യം പറയുന്നത്. എന്റെ മനസ്സിലൊരു ആശയം വന്നിരുന്നത് ഞാനിത് ഷെയർ ചെയ്യണം, എം.എൽ.എ കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പ്രളയകാലത്ത് നമുക്കറിയാം, നമ്മളെല്ലാവരും മണ്ണാർക്കാട് കൂട്ടി ചോദിച്ച് മണ്ണാർക്കാടത്തെ പ്രശ്നങ്ങൾ നമ്മൾ തീർത്തു. അതേപോലെ ഒരു കൂട്ടായ്മ മണ്ണാർക്കാട് അടിയന്തരമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള മഹല്ല അടിസ്ഥാനത്തിൽ ചർച്ചകൾ, അത് മറ്റു ജാതി സംഘടനകൾ, ഇപ്പൊ NSS, SNDP പോലെയുള്ള, അതേപോലെ അമ്പല കമ്മിറ്റികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ജാഗ്രതാ സമിതികൾ എല്ലാ ഭാഗത്തും ഉണ്ടാക്കുക. അടിയന്തരമായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പഠിച്ചവന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇത് എന്റെ രാവിലെ മനസ്സിൽ തോന്നിയ ആശയമാണ്. കിട്ടിയ അവസരം ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. എന്തായാലും അടുത്ത തന്നെ ഇൻഷാല്ലാ അതിനുള്ള പ്ലാനുകൾ ഞങ്ങൾ സമ്മാനം മത്സരമായിട്ട് ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണം, അധികാരം നിങ്ങൾ നിർബന്ധമായിട്ടും. ഇതിനകത്ത് രാഷ്ട്രീയവും നമുക്കറിയാം മലയാളികളുടെ സ്വഭാവമാണ്. പ്രളയം വന്നാൽ മതമല്ല, ജാതിയില്ല. കൊറോണ വന്നപ്പോഴും ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ തുടങ്ങും. അത് നമ്മുടെ മലയാളികളുടെ ഒരു ജന്മസ്വഭാവമാണ്. അപ്പൊ അതേപോലത്തെ ഒരു സന്ദർഭമാണ് ഇതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അത് നമ്മളെ വീട്ടിന്റെ പടി എപ്പോഴാണ് ഇത് കിടക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ചാൽ. അതിന്റെയൊക്കെ മൂല കാരണം ഇത് തന്നെയാണ് സത്യത്തിൽ. കാരണം ഈ MDMA എന്ന ആ ബീറിന്റെ 5 വർഷം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന്റെ തല പിന്നെ ഔട്ടാണ്. നമ്മുടെ കേരളത്തിൽ ഇത് വന്നിട്ട് 5 കൊല്ലമായിട്ടുള്ളൂ. ഇതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ഇതിലും വലുതാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അല്ലാഹുവേ. എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ഇത് പറയേണ്ട സന്ദർഭമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, അത്രയും പ്രധാനമായതുകൊണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.